ഈ ലോകത്ത് ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല. ജോലി ചെയ്യാതെ കൂലിയില്ല. പ്രയാസങ്ങളുടെ പ്രതിഫലമാണ് വിജയങ്ങൾ. കഷ്ടപ്പാടുകൾക്ക് കിട്ടുന്ന അംഗീകാരമാണ് നേട്ടങ്ങൾ. നാം ഊറ്റം കൊള്ളുന്ന പൈതൃകം പോലും നമുക്ക് വെറുതെ കിട്ടുന്നതല്ല. നിയമപരമായി നമ്മൾ അതിന്റെ അവകാശികളായതുകൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത്. ലോട്ടറി കിട്ടണമെങ്കിലും ടിക്കറ്റ് വാങ്ങിയിരിക്കണം. ഇനി ബന്ധങ്ങളുടെ കാര്യത്തിലേക്ക് വരിക. രക്തമായതുകൊണ്ട് മാത്രം ആരും ആരെയും സ്നേഹിക്കുന്നില്ല. ഏത് ബന്ധങ്ങളും നിലനിൽക്കണമെങ്കിൽ അതിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കണം. സ്നേഹിക്കുമ്പോഴേ സ്നേഹിക്കപ്പെടൂ. അല്ലാത്ത ബന്ധങ്ങൾ അതേത് ബന്ധമായാലും തൊലിപ്പുറത്തേ കാണും. ത്യാഗത്തിലെ നേട്ടമുണ്ടാവും. കഷ്ടപ്പാടില്ലാതെ വിജയമില്ല. മുന്തിരി വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുടിക്കാൻ വൈൻ കിട്ടില്ല. അത് ഉടച്ച് ഞെക്കിപ്പിഴിയണം. അപ്പോഴേ ലഹരിയും മധുരവുമുള്ള വീഞ്ഞ് പുറത്തു വരും. ഏത് പൂവും ചെടിയിൽ നിന്നാൽ വാടിക്കൊഴിഞ്ഞു പോവും. അതിന്റെ സുഗന്ധം നിലനിൽക്കണമെങ്കിൽ ചെടിയിൽ നിന്ന് പറിച്ച് പിഴിഞ്ഞെടുത്ത് സത്ത് സ്പ്രേയാക്കി മാറ്റി കുപ്പിയിലാക്കണം. മണ്ണിന്റെ കട്ടിയുള്ള അടരുകൾ തട്ടി മാറ്റിയാണ് വിത്തുകൾ മുള പൊട്ടുന്നത്. ഒരു ചെറു കാറ്റിൽ പോലും പാറിപ്പോകുന്ന ദുർബലമായ അതിന്റെ ജീവൻ എത്ര ശക്തിയിൽ തുടിച്ചിട്ടാണ് അതിന് പുതിയ ഒരു ജീവിതം കിട്ടുന്നത്. ഏതൊക്കെ കാട്ടിലൂടെ മേട്ടിലൂടെ കടന്നു പോന്നിട്ടാണ് പുഴ കടലുമായി കൂടിച്ചേരുന്നത്. മാത്രമോ കടന്നു പോരുന്ന വഴികളിലെല്ലാം തന്നെ അത് അതിന്റെ രക്തവും മാംസവും നൽകി കരകളെ ഫലഭൂയിഷ്ടമാക്കുന്നു. ഗർഭമില്ലാതെ പ്രസവമില്ല. പ്യൂപ്പയുടെ തപസ്സാണ് പൂമ്പാറ്റ. സ്വയം ചുട്ടുപഴുത്താണ് സൂര്യൻ സർവ്വലോകത്തിനും ചൂട് നൽകുന്നത്. മെഴുകുതിരി കത്തുന്നത് അതിന് വെളിച്ചം കിട്ടാനാണോ? പ്രകൃതി പ്രതിഭാസങ്ങളായാലും മനുഷ്യ ജീവിതമായാലും നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. നഷ്ടമില്ലാതെ ലാഭമില്ല. ജോലിയില്ലാതെ കൂലിയില്ല. കഷ്ടപ്പെടാതെ നേട്ടങ്ങളില്ല. വിജയിക്കണമെങ്കിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക തന്നെ വേണം. ഞെക്കിപ്പിഴിയുമ്പോഴുള്ള വേദന ഓർത്തിരുന്നാൽ മുന്തിരി ഒരിക്കലും വീഞ്ഞായി മാറില്ല. ചെടിയിൽ നിന്നും അടർത്തി മാറ്റുമ്പോഴുള്ള സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൂവിന് നിത്യസുഗന്ധമാവാൻ കഴിയില്ല. ഒഴുക്കിനെ പേടിക്കുന്ന പുഴ ഒരിക്കലും കടൽ കാണില്ല. ജീവിതം ഒരു പകൽക്കിനാവല്ല, വിരുന്നു സൽക്കാരവുമല്ല. കുതിച്ചും കിതച്ചുമുള്ള ഒരു പ്രയാണമാണ്. വെട്ടിപ്പിടിച്ചും വിട്ടുകൊടുത്തുമുള്ള ഒരു മുന്നേറ്റമാണ്. താഴേണ്ടിടത്ത് താഴ്ന്നും ഉയരേണ്ടിടത്ത് ഉയർന്നുമുള്ള ഒരു അടവ് നയമാണ്. കുതിപ്പിന് കിതപ്പുണ്ടാവും, ഉയർച്ചക്ക് താഴ്ചയും. ലാഭം മാത്രമല്ല, നഷ്ടവും പ്രതീക്ഷിക്കണം. പക്ഷെ കിതക്കുന്നത് വേഗത്തിൽ കുതിക്കാനുള്ള ഇടവേളയായി കരുതണം. താഴുമ്പോഴും ഒരു നാൾ ഉയരുമെന്ന ഉറപ്പ് മനസ്സിലുണ്ടാവണം. നഷ്ടത്തിൽ നിന്ന് പാഠം പഠിച്ച് അടുത്ത തവണ അത് ലാഭമാക്കാനുള്ള വിദ്യ കണ്ടെത്തണം. ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷയും പരീക്ഷണവും. എത്ര എഴുതിയാലും തീരാത്ത പരീക്ഷയാണ് ജീവിതം. എത്ര റിസൾട്ട് കിട്ടിയാലും തീരാത്ത പരീക്ഷണമാണ് ജീവിതം. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് തുടങ്ങുകയായി. ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മെ കഷ്ടപ്പെടുത്താനുമല്ല, മറിച്ച് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപാരമായ കാരുണ്യം കൊണ്ടാണ്. കരുതലിന്റെയും കാവലിന്റെയും കാത്തുവെപ്പാണത്. അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉപായം. കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു സൂത്രവിദ്യ. നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കാനുള്ള ദൈവത്തിന്റെ ദയാവായ്പ്. കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയുമോ? മേലനങ്ങാതെ പന്ത് കളിക്കാൻ കഴിയുമോ? ഒന്നും പഠിക്കാതെ പരീക്ഷയിൽ പാസ്സാവുമോ?
ജോലി ചെയ്യാതെ കൂലി കിട്ടുമോ? ഒരു പകലിന്റെ ആയുസ്സിലൊടുങ്ങുന്നതോ അതോ ഒരു കാലത്തിന്റെ സുഗന്ധമായി മാറുന്നതോ ഏതാണ് പൂവിന് നല്ലത്? ദിവസങ്ങളുടെ അല്പായുസോ അതോ വർഷങ്ങളുടെ രുചിപ്പെരുമയോ? ഏതാണ് മുന്തിരിക്ക് അന്തസ്? പരീക്ഷണങ്ങളെ പേടിക്കാതിരിക്കുക. അവ നിങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരനാണ്.